സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കാൻ, അയഅജിസു അഹദുകും മൻ യക്സിബ ഫീ കുല്ലി യൗമിൻ അൽഫ ഹസന. അല്ലാഹുവിന്റെ തിരുദൂതർ ചോദിക്കാൻ, എല്ലാ ദിവസവും 1000 വീതം നന്മകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ആ ചോദ്യം നോക്കൂ. എല്ലാ ദിവസവും 1000 വീതം നന്മകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? അപ്പോ സ്വഹാബത്തൊക്കെ, നമ്മളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ വേഗം ഓക്കെ അടിക്കും അല്ലെ, വേഗം സമ്മതിക്കും. നമ്മൾ കൈസലാകാൻ വേണ്ടി വേഗം സമ്മതിക്കും. സ്വഹാബത്തങ്ങളെല്ലാവരും ഏറ്റാൽ അത് ചെയ്യും, കഴിയുന്നത് ഏൽക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 1000 ഹസനത്തുകൾ സുഹൃത്തുക്കൾ ചെയ്യാൻ അവർക്ക് സാധിക്കും. പക്ഷെ എല്ലാ ദിവസവും നബിയോട് ഏറ്റാല് കച്ചവടത്തിന് പോയിട്ടോ രോഗം കാരണമോ യുദ്ധത്തിന് പോയിട്ടോ ചില ദിവസങ്ങളിൽ സാധിക്കാതെ വന്നാലോ? അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? സ്വഹാബത്തിന് ആശങ്ക പ്രകടിപ്പിച്ചു. കൈഫ യക്സിബു അൽഫ ഹസന, നബിയെ 1000 നന്മ എങ്ങനെയാണ് ചെയ്യുക? എല്ലാ ദിവസവും ചെയ്യണ്ടേ? ആ സമയത്ത് തങ്ങൾ അവരോട് ചോദിച്ചു, അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമോ? എങ്കിൽ അത് 1000 നന്മ ചെയ്ത കൂലി നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കുന്നതാണ്. 1000 നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, അതൊരു പ്രയാസാണെന്ന് ബോധ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, യുസബ്ബിഹു മിഅതൻ, 100 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുന്നത് അല്ലാഹുവിന്റെ തിരുദൂതർ പറയാണ്, ഫയുക്തബു അൽഫ ഹസന, അവനിക്ക് 1000 നന്മ ചെയ്തതായിട്ട് അവനിക്ക് എഴുതപ്പെടുന്നതാണ്. ഔ യുഹത്തു അൻഹു അൽഫ ഖതീഅ, അല്ലെങ്കിൽ 1000 തെറ്റുകൾ അവനിൽ നിന്ന് പൊറുക്കപ്പെടുന്നതാണ്, കീഴ്ക്കപ്പെടുന്നതാണ്. അപ്പൊ ഒരാള് 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാല് അവനിക്ക് 1000 നന്മ അവന്റെ റിക്കാർഡിൽ ചെയ്തതായിട്ട് വരുന്നതാണെന്ന്. പരലോകത്ത് വരുമാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. 1000 നന്മകൾ കണക്കൂട്ടി നോക്കി എങ്ങനെ നോക്കിയാൽ നമ്മളോട് കഴിയൂലെന്നല്ല, എന്നല്ല പണിയാണ്. ഇപ്പൊ ഞാൻ 1000 നന്മ ഒരു ദിവസം ചെയ്യണമെന്ന് കരുതിയാണ്ട് ഒരു ദിവസം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് കുട്ടികൾ 1000 നന്മ ചെയ്യണം. എന്റെ മനസ്സിലങ്ങനെ ഇന്നൊരു 1000 ഹസനത്തുകൾ ചെയ്തിടണം, പരലോകത്തേക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഉദ്ദേശം ഞാൻ പരിയിൽ ഇറങ്ങണം. അപ്പൊ പരിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഭാര്യനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവാണ്, ഒരു 1000 നന്മ ഉണ്ടാക്കിയിട്ട് ഇനി വരുള്ളൂ. അസ്സലാമു അലൈക്കും. ഒന്നായിട്ടോ അസ്സലാം പറഞ്ഞ ഇറങ്ങണ്ട. ഇടത്തെ കാല് വെച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്, വലത്തെ കാല് വെച്ചിട്ടല്ല. ഇടത് കാല് വെച്ച് ആണ് ഇറങ്ങി. 2 കൂലേ 2 ഹസനത്തായി പിടിക്കാതെ. ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ സുരക്ഷിതമായി ഓൻ തിരിച്ചു പോരുന്ന ഹദീസിലുണ്ട്. അപ്പോ അതും ചൊല്ലി 3 ഹസനത്തായി. ആയത്തിൽ കുറിച്ച് ഇറങ്ങി ഓടിയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, കുഴപ്പങ്ങളൊന്നും സംഭവിക്കൂലാണ് ഹദീസിലുണ്ട്. അവർ ആയത്തിൽ കുറിച്ച് ഓടി. ഹസനത്തുണ്ടാക്കാനുള്ള പരിപാടിയാണ്, ആരും ബോധ്യപ്പെടുത്തണമല്ല, പരലോകത്ത് കൂടിയിടണം. അങ്ങനെ ഇറങ്ങി റോട്ടിലെത്തിയപ്പോണ്ട് നമ്മളൊരു സുഹൃത്തുങ്ങനെ വരുന്നുണ്ട്. കൃഷ്ണനാണ്. ഒന്ന് പുഞ്ചിരിച്ചു, 5ാമത്തെ കൂലിയായി. സലാം പറയാൻ വകുപ്പില്ല, 5ാമത്തെ കൂലിയായി. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ തന്നെയുണ്ട്. ഒന്ന് ചിരിച്ചു 6, സലാം പറഞ്ഞു 7, മുസാഫത്ത് ചെയ്തു 8, കൂലി ഉണ്ടാവുകയാണ്. 8 മണിക്ക് ഇറങ്ങിയതാണ്, ഇപ്പൊ തന്നെ 8:45. ഇപ്പോഴും ആകെ 8 ഹസനത്തെ ആയിട്ടുള്ളൂ. ഇനി അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടവരോടൊക്കെ ഒന്ന് പുഞ്ചിരിച്ചു, എല്ലാവരോടും സലാം പറഞ്ഞു. അങ്ങനെ 10 രൂപ പള്ളിയേക്ക് പോയി, കുറച്ച് കൂട്ടാൻ അവിടെ പോട്ടെ. മൂത്രപ്പരിക്ക് കയറി വന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി, അതിൽ പുണ്യമുണ്ടോ? ഉണ്ട്. ഇടത്തേക്കാല് വെച്ച് കയറി 22. ഇങ്ങോട്ട് പോന്നപ്പോ വലത്തേക്കാല് വെച്ച് പോന്നു, അത് കൂലിയാണ്. ഈ പള്ളിയിലോട്ട് കയറാണ്, ഒളുണ്ടാക്കി, അതിന്റെ കൂലിയായി. ഒളുവിന്റെ ശേഷമുള്ള ദുആ അതൊരു ഹസനത്താണ്. ഒളുവിന്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞ ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതി, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. കാരണം 3 വട്ടം സൂറത്തുൽ ഖദർ ഓതിയാൽ ആ ഒറ്റ കാരണത്താല് സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽപ്പെടും, അംബിയാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും, ശുഹദാക്കളുടെ രജിസ്റ്ററിൽ അവന്റെ പേര് വരുന്നതാണ്. എല്ലാ ദിവസവും ഒന്നെടുത്തിട്ട് ദുആ കഴിഞ്ഞതിന് ശേഷം 3 വട്ടം സൂറത്തുൽ ഖദർ ഓതണം. അവൻ ഇതോതി. അങ്ങനെ പള്ളിയിലേക്ക് കയറി, വലത്തെ കാല് വെച്ച് കയറി ചെല്ലാനുള്ള ചൊല്ലി 32 ഇപ്പോഴും 32 ആയിട്ടുള്ളൂ. 2 റക്അത്ത് നിസ്കരിച്ചു. തനിയത്ത്
ഇങ്ങനെ ഞാൻ കൂട്ടാണെങ്കിൽ എത്ര വേണ്ടി വരും? മഗ്‌രിബിക്ക് വാങ്ങിക്കൊടുക്കാനായി, ഇപ്പോഴും ആകെ 250 ആയിട്ടുള്ളൂ, സമയം ഒരുപാടായി. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കി, കഴിയും നമ്മളെ കൊണ്ട്? പരമാവധി നോക്കുക. വെറും കുറുക്കോടി മാത്രം സ്വീകരിക്കരുത്. 1000 നന്മന്റെ ചെയ്ത് 100 ചെല്ലിട്ടു പിന്നെ ഒരു പരിപാടി ഇല്ലാന്ന് ഇല്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഇന്ന് തീരെ നമുക്ക് ശ്രദ്ധയില്ലാത്തത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ്. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒഴിവാണ്, വളരെ ശ്രദ്ധിക്കണം. ഒഴിവ് സമയം അല്ലാഹു നൽകുന്ന വലിയ നിഅമത്താണ്. നിഅമത്താനി മഗ്ബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങളിൽ അധികാരികളും വഞ്ചിതരാണ്. ഒന്ന് ഒഴിവ് സമയമാണ്, 2 ആരോഗ്യമാണ്. ഒഴിവ് സമയം അല്ലാഹു നൽകുന്ന വലിയ നിഅമത്താണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 15, 16, 18 വയസ്സുള്ള കുട്ടികളല്ല. ഒഴിവ് സമയം. അതുകൊണ്ട് തന്നെ അവർ തെറ്റിലേക്ക് പോകാനുള്ള നല്ല സാധ്യത ഉണ്ട്. ഇനി ചില കുട്ടികൾ ഇനിയിപ്പോ രാത്രി ഒന്ന് പുറത്തിറങ്ങി പഴക്കണ്ടെന്ന് കരുതി അകത്തിരിക്കുകയാണ്. ചില ഉമ്മാരെന്തെയും, ഇതൊരാണല്ലേ, എന്തൊരു തണുപ്പാണിത്, ഒന്ന് പുറത്തിറങ്ങി നോക്കേ എന്ന് പറഞ്ഞ് ആ കുട്ടിനെ പുറത്ത് ഇറക്കി നല്ല ചൂടുള്ള അവസ്ഥയിൽ നിന്ന് തിരിച്ചെത്തിക്കും. കുട്ടികളെ പഴപ്പിക്കുന്ന പോലെ രക്ഷിതാക്കളാണ്. ഓൻ്റെ അടുത്തൊരു പ്രശ്നം വരില്ലാന്ന് പറയും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വളരെ വിലപ്പെട്ട സമയം ഇന്ന് നമ്മുടെ സമുദായം ചാനലുകൾക്ക് മുന്നിലാണ്. നീ ചിന്തിച്ചു നോക്കൂ. സ്വലാത്തുൽ അവ്വാബി എന്ന് പറഞ്ഞിട്ടുള്ള നിസ്കാരമുണ്ട്. എന്റെ ശരീരത്തിൽ അങ്ങനെ നിസ്കാരം വന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വലാത്തുൽ അവ്വാബിൻ 2 റക്അത്ത് നിസ്കരിച്ചു, ഒരിക്കൽ 6 റക്അത്ത് നിസ്കരിച്ചു, ഒരിക്കൽ 20 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ മിനിമം 2ഉം അധികരിച്ചത് 20ആണ്. തറാവീഹല്ലത്. എല്ലാ ദിവസവും നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ചുരുങ്ങിയത് 2 റക്അത്ത്. 6 റക്അത്ത് നിസ്കരിച്ചാൽ 12 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കുന്ന ഹദീസിലുണ്ട്. ആ ഹദീസിന് ഒരല്പം ബലഹീനത ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് സ്വീകരിക്കാന്നുള്ള. സ്വലാത്തുൽ അവ്വാബി മാക്സിമം 20 റക്അത്തുണ്ട്, മിനിമം 2 റക്അത്ത്. ആരോഗ്യം ഉണ്ടാവുമ്പോഴേ നടക്കുള്ളൂ. ആരോഗ്യം ക്ഷയിച്ചാൽ ഇതൊന്നും നടക്കൂല, ശരീരം അനുവദിക്കൂല. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോൾ കുറച്ച് ഒഴിവുണ്ടെങ്കിൽ എത്ര പരലോകത്തെ വരുമാനം ഉണ്ടാക്കാം. ആരെയും അറിയിക്കണ്ട, നമുക്ക് റാഹത്തായിട്ട് മരിക്കാൻ സാധിക്കും. വളരെ റാഹത്തോടുകൂടെ നമുക്ക് മരിക്കാൻ സാധിക്കും. അതിനുള്ളൊരു പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നും മരണവാർത്തകൾ നമ്മൾ കേൾക്കണം. കൈപ്പറ്റ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഖാദിർ മുസ്ലിയാരുണ്ട്. ഒരു എപ്പോഴും സംശയങ്ങളാണ്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇടക്കും ഒപ്പം ചോദിക്കും, ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ അപ്പം സംശയം ചോദിക്കും. വളരെ നല്ല മനുഷ്യനായിരുന്നു. ഇന്നലെ രാത്രി അദ്ദേഹം മരിച്ചു. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ ഖബർക്ക് അദ്ദേഹം പോവാണ്. ഞാനിന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു രാത്രി. ആ മയ്യത്ത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, ഇത്രയേ ഉള്ളൂ എന്റെ നിങ്ങളെയൊക്കെ അവസ്ഥ. ഒരു ദിവസം കണ്ടു, അത്രയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇങ്ങനെ നമ്മളൊക്കെ പോകേണ്ടവരാണ്. ഉമർ റളിയല്ലാഹു നിലപാട് വേണം. ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. മാത്ത ഉമറു എന്ന് ജനങ്ങൾ പറയുമല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ഭയം. ഉമർ മരിച്ചോന്ന് ജനങ്ങൾ പറയുന്നൊരു സമയമുണ്ടല്ലോ, മൂക്കിൽ പഞ്ഞു വെക്കുന്നൊരു സന്ദർഭമുണ്ട് സഹോദരൻ. നമുക്ക് ഭയങ്കര ബിസിയായിരിക്കും. അതുവരെ തുടരും ഇത്. അതുകൊണ്ട് നമുക്ക് നല്ല സമയം കിട്ടുന്ന നമ്മൾക്ക് ഉപയോഗപ്പെടുത്തണം. ഭൗതികമായിട്ട് വല്ല ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അവസരങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിന് ഡേറ്റ് കൊടുക്കാനില്ലാത്തവർക്ക് പുതിയ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത് രാത്രി 2ാമത്തെ ക്ലാസ് ആയിട്ടൊക്കെയാണ്. പക്ഷെ ആളുകൾ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷകരമായ അവസ്ഥ. മഗ്‌രിബിന് ശേഷം ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇന്നലെ രാത്രി ഒരു ക്ലാസ്സിൽ നിന്ന് 12 മണിക്കാണ്. അതുവരെ ആളുകൾ ഇരിക്കുന്നുണ്ട്. 10 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ സുഹൃതം നല്ല കൂലി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആളുകൾക്ക് വരാൻ സൗകര്യം ഉണ്ടാവില്ല. ആ സമയത്തൊന്നും പറ്റൂല. എന്ന സമയത്ത് പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യ വിതരണം ചെയ്യുന്നുണ്ട്. രാത്രി 12 മണിക്കാണ് വിതരണം ചെയ്യുന്നത്. ആ സമയം എനിക്ക് പറ്റൂല എന്ന് ആരെങ്കിലും പറയുന്നോ? ഇല്ല. അന്ന് ഉറക്കുന്നുണ്ടാവില്ല. പഞ്ചായത്ത് കാണുന്നറിയും. എന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ പറയുകയാണെങ്കിലോ നമ്മുടെ മനസ്സ് അതിലേക്ക് സമ്മതിക്കൂല. അപ്പൊ നമ്മൾ നോക്കൂ, സുബഹിന്റെ സമയത്ത് ഈ വരവുണ്ടല്ലോ, എത്ര നല്ല പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത്.
അല്ലാഹു തആല ഇമ്രാനിലൂടെ പറഞ്ഞു വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. ഖുർആൻ പറയാൻ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ സംഘടിതമായി അല്ലാഹുവിന്റെ കയറിനെ പിടിച്ചോളൂ. ഇന്ന് പുതിയ സഹോദരങ്ങള്, പുതിയ പഠിതാക്കള് ഈ സദസ്സിലുണ്ട്, എനിക്കറിയാം. അല്ലാഹു പറയുന്നു, നോക്കൂ, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ സംഘടിച്ചുകൊണ്ട് പിടിച്ചോളൂ. അള്ളാന്റെ കയറിനെ പിടിച്ചോളൂ എന്നാണ്. ഏതാ ഈ കയറ്? അതൊക്കെ നമ്മൾ പിടിച്ചത്. ഇന്ന് സുബൈക്ക് വന്നപ്പോ നമ്മളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കിതാബുല്ലാഹ് ഹുവ ഹബ്ലുല്ലാഹ് അൽ മംദൂദു മിനസ്സമാഇ ഇലൽ അർദ്. അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ അത് അല്ലാഹുവിന്റെ കയറാകുന്നു. അത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിടപ്പെട്ട കയറാകുന്നു. അപ്പൊ അയിമ പിടിക്കാനാണ് അള്ളാഹു പറയുന്നത്. അയിമ പിടിക്കാന്ന് പറഞ്ഞാൽ എവിടെ ഉസ്താദാ കയറുന്നല്ല, അതായത് പരിശുദ്ധ ഖുർആന് അതുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. നല്ല ടൈമാണ് നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തുന്നത്, സുബൈന്റെ ടൈം. ഇപ്പൊ മലക്കാൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങി വന്നു പറയുന്നത്, മലക്കാൾ പോയി കുറെ, ഒരു ടീം വന്നു, ഒരു ടീം പോയി. അള്ളാഹു ചോദിക്കും എന്റെ അടിമകളുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു പറയണ്ടാവും, അള്ളാഹുവേ ഞങ്ങൾ ചെല്ലുമ്പോ, ഞങ്ങൾ പോരുമ്പോ എന്റെ അടിമകൾ സുബൈസ്കരിക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട് പറയും. പറഞ്ഞില്ലെങ്കിലും അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹു ചില തർത്തീബുകളൊക്കെ നടത്തി അതിന് പറഞ്ഞ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. അപ്പൊ നോക്കൂ, 100 വട്ടം ഒരാള് തസ്ബീഹ് ചൊല്ലിയാൽ അതിന്റെ പേരിൽ 1000 സുഹൃതങ്ങൾ ചെയ്തതായിട്ട് അവന്റെ റിക്കാർഡിൽ വരുന്നു. അവന്റെ പിന്നയിൽ നിന്ന് 1000 തെറ്റുകളെ അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. അപ്പൊ ആ 100 വട്ടം സുബ്ഹാനല്ലാഹ് എല്ലാം കുറഞ്ഞ ടൈം മതി. പക്ഷെ 1000 ഹസനത്ത് ചെയ്ത കൂലി നമുക്ക് കിട്ടും. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നിങ്ങൾക്ക് 1000 ഹസനത്തുകൾ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം. ഇല്ല, ഇല്ലാന്നല്ല, എങ്ങനെ ഇപ്പൊ 1000 ഒന്നും ചെയ്യാൻ ആശങ്കയാണ്. അങ്ങനെ നിങ്ങൾക്ക് 1000 നന്മ ചെയ്യാൻ കഴിയൂലെങ്കിൽ നിങ്ങൾ 100 വട്ടം തസ്ബീഹ് ചൊല്ലിക്കോളൂ എന്നല്ല നബി പറയും. ചിലപ്പോ ആദ്യം സസ്പെൻസിലിട്ട് 1000 നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഓരോരുത്തരും ചിന്തിച്ചു, 1000 നന്മ ചെയ്താൽ വലിയ നേട്ടാണ്, 1000 നന്മയൊക്കെ ചെയ്തിട്ട് എന്തൊരു റാഹത്തായിരുന്നു. പക്ഷെ എങ്ങനെ ഇപ്പൊ എല്ലാ ദിവസവും 1000 നന്മ? അപ്പൊ ഇതിന്റെ വലിപ്പം മനസ്സിലായി. അപ്പൊ 100 തസ്ബീഹ് കിട്ടുമെന്ന് പറഞ്ഞാൽ റാഹത്തായി. ഇവർക്ക് രാത്രി നിബിധങ്ങൾ ചോദിച്ചു, ഇന്നു മുതൽ എല്ലാ രാത്രിയും ഖുർആൻ മുഴുവൻ ഒരു റൗണ്ട് ഓതണം. അപ്പോഴും സ്വഹാബത്ത് പറഞ്ഞ നബിയെ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റക്അത്തിൽ ഒരു ഖത്ത് ഓതുന്നവരുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, തമീം ദാരി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഒരു റക്അത്തിൽ ഒരു ഖത്ത് ഓതിയവരാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒരു റക്അത്തിൽ ഒരു ഖത്ത് ഓതിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു പ്രശ്നമില്ല. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഖത്തും ഒരു രാത്രി ഓതുക എന്ന് പറഞ്ഞാൽ ഒരു മെനക്കെടും. പക്ഷെ എന്നാലും രോഗികളുണ്ടാവും കൂട്ടത്തിൽ. പകൽ സമയത്ത് സായുധ സമരത്തിന് പോകേണ്ടവരുണ്ടാവും. അവർ ഫുൾ ഉറക്കൊഴിച്ചാൽ പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യും? ആ ക്ഷീണം ഉണ്ടാവില്ല, മനുഷ്യന്മാരല്ലേ. അപ്പൊ ആശങ്ക പ്രകടിപ്പിച്ചു, നബിയെ എല്ലാ ദിവസവും ഒരു ഖത്ത് ഓതാന്ന് പറഞ്ഞാൽ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് 3 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതാൻ കഴിയുമോ? ഓ, 3 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതാൻ എന്താ നബിയെ പണി? ഞാൻ അതാ ഉദ്ദേശിച്ചത്. നിങ്ങൾ 3 പ്രാവശ്യം ഖുൽഹുവല്ല സൂറത്ത് ഓതുമ്പോൾ ഒരു ഖത്തം ഓതിയത് പോലെയാണ്. ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെ ഒരു റൗണ്ട് മുഴുവൻ ഓതിയത് പോലെയാണ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ 3 വട്ടം ഖുൽഹുവല്ല ഓതണമെന്ന് പറഞ്ഞു. ഖത്തം നേർച്ചാക്കിയാൽ ഇത് പോരട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുട്ടികളോടൊക്കെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടാൻ നമ്മുടെ കുട്ടി ഒരു 10 ഖത്തം നേർച്ചയക്കണം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 10 ഖത്തൊക്കെ ഓടാൻ കഴിയുമ്പോൾ അതിനൊക്കെ എൻ്റെ അടുത്ത് മരുന്നുണ്ട്. ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോകണമെന്ന് പറയുന്നുണ്ട്. എന്ന് പറ്റില്ല, നേർച്ചാക്കിയാൽ അത് മുഴുവൻ ഓതുന്ന വേണം. അതേസമയത്ത് പടച്ചോന്റെ ഖജനാവില് ഇഷ്ടംപോലെ ഉണ്ടായത് കൊണ്ട് കൊടുക്കാൻ ഒരു പിശുക്കും കാണിക്കേണ്ടതില്ല, റബ്ബ് തരും. അതുകൊണ്ട് 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1000 നന്മ, 3 വട്ടം ഖുൽഹുവല്ല സൂറത്ത് ഓതിയാൽ ഒരു ഖത്തം ഓതി. അങ്ങനെ ഒരുപാട് കൂടി പറഞ്ഞു. ഈ എണ്ണം പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ. ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് 33 വട്ടം, തസ്ബീഹ് ഭയങ്കര മഹത്താന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്തു?
ഞാൻ കുറച്ച് ഉഷാറാവുക, വായുപാട്ടം ചെല്ല്, ഒരു 100 വട്ടം ചെല്ല്. അപ്പൊ ഉസ്താദ് ചോദിക്കാണ്, ഞാൻ അൽഹംദുലില്ലാ പറയുമ്പോഴും നിങ്ങളെന്താ സുബ്ഹാനല്ലാഹ് തന്നെയുള്ള ഉസ്താദെ സബ്ബീസ്മെന്റൊക്കെ വ്യാഖ്യാനം കേൾക്കണ്ട, ഞാൻ തസ്ബീഹ് കുറച്ച് കുറയാൻ ചെല്ലാം. അത് പറ്റൂല, അത് 33 തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരാളിപ്പോ 100 വട്ടം ചൊല്ലി, എന്നാല് 100 വട്ടം ചൊല്ലിയ തസ്ബീഹിന്റെ കൂലി ഉണ്ടാവും, 33 പോയി. ഏതുപോലെ നമ്മൾ ഈ വാഹനങ്ങളുടെ അല്ലെങ്കിൽ മൊത്തത്തിൽ താക്കോലുകളുണ്ടല്ലോ, ഈ താക്കോലുകൾക്ക് പല്ലുണ്ടാവും, ആ പല്ലുമ്മലാണ് അതിന്റെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇത് മാറിയാൽ തുറക്കപ്പെടില്ല. സംഗതിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ. ഇപ്പൊ കാറിന്റെ ചാവി അത് ഇടേണ്ട സ്ഥലമൊക്കെ ഏകദേശം ഒരേപോലെയാണ്, പക്ഷെ കുറഞ്ഞ വ്യത്യാസം ഉണ്ടാവും. വാതിലിന്റെ ചാവി ഓഫീസ് റൂമിന്റെ ചാവി എടുത്തിട്ട് അടുക്കളന്റെ വാതിലിട്ട് തിരിച്ചു, ചിലപ്പോൾ ഒന്നായിട്ട് തിരിയും, വാതിലിട്ട് കുറയില്ല. അല്ലെങ്കിൽ പറയും അത് കുടുങ്ങി, തുറക്കപ്പെടില്ല, അത് കുടുങ്ങി പോകും. അപ്പൊ അതിന്റെ പല്ല് കൃത്യമാണ്, ഇത് മാറരുത്. എന്നതുപോലെയാണ് ഏത് വിഷയത്തിലും ഒരു എണ്ണം നിബിധങ്ങൾ പറഞ്ഞാൽ ആ എണ്ണത്തിന് കൊടുക്കണം. ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സഫലീകരണത്തിന് അത് സാധൂകരിക്കണമെങ്കിൽ എന്ത് വേണം? താക്കോല് തുറക്കപ്പെടുമ്പോ അതിന്റെ ചാവി പഴക്കരുത് എന്ന് പറഞ്ഞ പോലെ എണ്ണം വെക്കരുത്. 33ന്റെ കൂലിട്ട 33 തന്നെ, 100 എനിക്ക് പറഞ്ഞ 100 പിടിക്കുക. പിന്നെ നമുക്ക് ചെല്ല അത് വേറെ ആയിക്കോട്ടെ, ഇതൊരു 100, 1000 തസ്ബീഹ് അല്ല വളരെ നല്ലതാണ്, ഒരു 100 ഇങ്ങനെ തന്നെ കിടക്കട്ടെ. 7 എന്ന് പറഞ്ഞത് 7 ആകണം, 11 എന്ന് പറഞ്ഞത് 11 ആകണം. ആ പ്രത്യേകം എണ്ണം പറഞ്ഞത് നിബിധങ്ങൾ പറഞ്ഞ അങ്ങനെ തന്നെ ആവട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി വലിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, നോക്ക്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഒരു വട്ടം പറഞ്ഞാൽ വലിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനിക്ക് ഒരു ഈന്തപ്പഴം നട്ട് പിടിപ്പിക്കപ്പെടും. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിക്ക് നമുക്കൊരു ഈന്തപ്പഴം ഉണ്ടാവും. അപ്പൊ ഒരാള് 100 വട്ടം സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിന് ആത്മാർത്ഥമായിട്ടല്ലേ, എന്നാ 100 ഈന്തപ്പന അവിടെ സ്വർഗത്തിൽ വന്നു. അപ്പൊ എത്ര സ്ഥലം എത്ര ഈന്തപ്പന കിട്ടിയിട്ടുണ്ട് കാര്യം സ്വർഗത്തില് എന്ന് കരുതരുത്. ദുന്യാവിൽ ഇപ്പൊ നമ്മളൊരു തെങ്ങുതോട്ടം വാങ്ങി, എന്നിട്ടെങ്കിൽ ഞങ്ങൾ അവിടെ കുറച്ച് സ്ഥലം വാങ്ങുന്നുണ്ടെന്ന്, എന്തിനാ സുഹൃത്തെ ഇതൊക്കെ ഒരു ടയർ വെച്ച് പള്ളിക്കാട്ട് കൊണ്ടോ മരിച്ചു പോകുമ്പോ എന്ന് ആരും പറയണില്ലല്ലോ. പരമാവധി വാങ്ങി കൂട്ടാൻ നോക്കണം നമ്മളെല്ലാവരും, പരമാവധി വാങ്ങണം. ആരാ ദുന്യാവിൽ ഇപ്പൊ അത്യാവശ്യക്കായി ഇനിയിപ്പോ അന്ന് നിർത്തിവെച്ച പരിപാടി എന്ന് പറഞ്ഞു? ഇല്ലല്ല. അള്ളാന്റെ തിരുദൂതർ ഉഹദിന്റെ പർവ്വതം ചൂണ്ടിയിട്ട് പറഞ്ഞത്, ആ ഉഹദ് നിറച്ച് സ്വർണം ഒരാൾക്ക് കിട്ടിയാല് ഓ വിചാരിക്കും ആ മലയും കൂടി നിറച്ച് കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. വളരെ ശരിയാട്ടോ, നബി അന്ന് പറഞ്ഞത് അല്ലേ. കടങ്ങളൊക്കെ ഒന്ന് വീടിയാൽ മതിയായിരുന്നു എന്ന് കരുതും. കടങ്ങളൊക്കെ വീടി ഓന് 1 ലക്ഷം റുപ്യ ഓൻ പാത്ത് വെച്ച ഓന്റെ മനസ്സിലുണ്ടാവും, 2 ലക്ഷം ആയാല് വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, ഉറപ്പന്നല്ലേ. ഇങ്ങനെ ചിന്തിക്കും. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ അത്യാവശ്യം ആയിന കരുതാം, എന്താ ഇത്ര കൂലി കിട്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് സംശയം വരും ചിലപ്പോ. അങ്ങനെ ഇപ്പോ ഒരാള് ഇത് ചെല്ലാനായിട്ട് തീരുമാനിച്ചാല് എത്ര ഈന്തപ്പന വേണ്ടി? അതിന് നമ്മളെന്തിനാ വേജറാവണം? പഠിച്ചോൻ പറയല്ലേ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ദേഹേച്ഛക്കനുസരിച്ച് നബി തങ്ങളൊന്നും സംസാരിക്കില്ല. വെറുതെ വിഷയത്തിന് കുഴപ്പം കൂട്ടാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞതല്ലോ. സബ്ബീസ്മെന്റ് വ്യാഖ്യാനത്തിൽ പുണ്യനബി പഠിപ്പിക്കുക സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹ് പറഞ്ഞത് തസ്ബീഹ് ചൊല്ലിക്കോളിന്നാ, എന്താ കിട്ടുക എന്നുള്ള നബി പറഞ്ഞുതരാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്. അള്ളാഹു പറയുന്ന റസൂൽ പറയുന്നത്, ഒറ്റവട്ടം ചൊല്ലിയാൽ ഒരു ഈന്തപ്പഴം നട്ടുപിടിപ്പിക്കപ്പെട്ടു. സ്വർഗം എന്ന് പറഞ്ഞ ഒരു ലോകാണ്. മൊത്തം ജനങ്ങളെ മുഴുവൻ സ്വർഗത്ത് കിടത്തിയാൽ തന്നെ സ്വർഗത്തിന്റെ 100 ഭാഗമാക്കിയാൽ ഒരു ഭാഗത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മൊത്തം ആൾക്കാർ സ്വർഗത്തേക്കില്ലല്ലോ, കണ്ടമാനം ആളുകൾ നരകത്തിലേക്കല്ലേ, ബഹുഭൂരിപക്ഷം ആളുകൾ നരകത്തിലേക്കല്ലേ. 2050 ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഇന്ത്യയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇന്തോനേഷ്യന്റെ റെക്കോർഡ് തകർക്കുന്ന അല്ലാഹു അലം. എന്താ ആട്ടെ, അതുകൊണ്ടൊക്കെ കാരണം നമ്മൾ ആ ഹിന്ദു ഐക്യവേദിന്റെ പരിപാടിയിൽ വെച്ചിട്ട് ആ സ്വാമി പറഞ്ഞത് എല്ലാവരും 3 കുട്ടികളെ ഉണ്ടാക്കണം, സ്വിച്ചിട്ട ഒരു കുട്ടി ഉണ്ടാവും എന്നുള്ള മാർക്കാണ് ഇയാളെ വർത്താനം. എന്തെങ്കിലുമൊക്കെ പറയാം. തീരെ സംസ്കാരമില്ലാതെ കൾച്ചറില്ലാതെ. കുഞ്ഞായി മുസ്ലിയാറും മങ്ങാട്ടച്ചന്റെയും ചരിത്രം മുമ്പിൽക്കറിയില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ചരിത്രം പൂർത്തിയാണെങ്കിൽ ഗാന്ധിജിനെ പറയേണ്ടി വരും തിരിച്ചും. മമ്പറന്നങ്ങളുടെ കാര്യസ്ഥനൊരു ഹിന്ദുവായിരുന്നു. സൗഹൃദത്തിൽ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് വേണ്ടാത്ത പറയാം, വേണ്ടാത്ത മുദ്രാവാക്യം നോക്കുക. തീരെ സംസ്കാരമില്ലാത്ത ആളുകൾ.
ആരും ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഇവർക്കറിയില്ല ഈ പാരമ്പര്യം. ആവട്ടെ, അത് മറ്റൊരു വിഷയം. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, നോക്കൂ, സ്വർഗലോകം എന്ന് പറയുന്നത് അത് വലിയ സംഭവമാണ്. അവിടെ അള്ളാഹുവിനോടെ ഇതൊക്കെ കൂടി ചെയ്തിട്ട് നമുക്ക് കൂലി വന്ന് കുടുങ്ങുന്നു കരുതരുത്. ഇഷ്ടം പോലെ തരും. അതുകൊണ്ടാണ് സഹോദര, ഓരോ ശ്വാസോച്ഛ്വാസവും അല്ലാഹ് എന്ന് പറഞ്ഞ് കാലം കഴിക്കുന്നവർ എപ്പോഴും തസ്ബീഹിലും ദിക്റിലും അങ്ങനെയുണ്ടല്ലോ. ഒരു ശ്വാസം വിടുമ്പോൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. എത്ര ആളുകളുണ്ട്? അത് ജഗപോണ്ടാവില്ല, കാണാൻ മാത്രം. ഒരു ഒച്ചപ്പാടുണ്ടാക്കൂല, ബഹളം ഉണ്ടാക്കൂല. ഇനി ചെയ്യുന്നതിനേക്കാൾ പുറത്തേക്ക് കാണിക്കുന്നൊരവസ്ഥയാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ജാടകളാണ് ഒരുപാട് നടക്കുന്നത്. പരലോകത്തുനിന്നുള്ള കൂലിയല്ല ഉദ്ദേശിക്കുന്നത്, ആളുകളെ കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ്. ആളുകൾ ആരും കാണുന്നില്ലെങ്കിൽ യാതൊരു ആത്മാർത്ഥതയില്ല, ആളുകൾ കാണുന്നില്ലെങ്കിൽ ഭയങ്കര ആത്മാർത്ഥമാണ്. അതുകൊണ്ട് കാര്യമില്ല, റബ്ബിനെ ബോധ്യപ്പെടുത്തണം. അപ്പൊ തസ്ബീഹിന്റെ മഹത്വം നമ്മൾ പറയുകയാണെങ്കിൽ അത് ധാരാളം പറയാണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. കാരണം ഒരുപാട് ഹദീസുകളിലൂടെ ഈ വിഷയം അല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മതിയല്ലോ നമുക്ക് തസ്ബീഹിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ, ഇത് മതി. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തതിന്റെ അത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത് കാരണം ഒരു മാറ്റം വരണം. നമ്മൾ ഒരുപാട് തസ്ബീഹ് ചൊല്ലിയിടാം, അവസരങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഈ യാത്രയിലൊക്കെ, ഇന്നൊക്കെ യാത്രയിൽ പാട്ടും കേട്ട് പോകാൻ, നല്ല പാട്ടാണെങ്കിൽ കുഴപ്പമില്ല. അധികം ആളുകൾ നല്ല പാട്ടായിക്കോണമെന്നില്ല, സിനിമാ പാട്ടിന്റെ അകമ്പടിയോടുകൂടെ ഇനി വേറുള്ളവർക്ക് ശല്യം വരണ്ടെന്ന് കരുതി ഇയർഫോൺ കാത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. ബസ്സിലാണെങ്കിലും അങ്ങനെ തന്നെ, എവിടെയാണെങ്കിലും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വരെ പ്രചകരുടെ കാതുണ്ട്. ആരും അറിയില്ല, ഓന്റെ കാതുക്കിങ്ങനെ അടിച്ച് വേറെ പാട്ട്. ഈ ഒരു അവസ്ഥക്ക് മാറ്റം വന്നേക്ക് വരും. നമ്മൾ കുറച്ചാളുകളെങ്കിലും ശ്രദ്ധിക്കണം, നല്ലതൊക്കെ നല്ല നീക്കുള്ളൂ, നല്ല കുറച്ചും വെള്ളം തരുള്ളൂ എന്ന് കുടിക്കാൻ. അല്ലാഹു തആല പറയാണ്, അത്യുന്നതനായ നിന്റെ രക്ഷിതാവിനെ നീ പ്രകീർത്തിച്ചോ, തസ്ബീഹ് ചൊല്ലിക്കോണം. എന്നിട്ട് എന്തിനാണ് അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കുന്നത്? അള്ളാഹ്ക്കൊരു ന്യൂനതയും ഇല്ല എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്, നോക്കൂ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ പടച്ചോനൊരു ന്യൂനത ഇല്ലാന്ന് തെളിയിക്കുക. അല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും ന്യൂനത ഉണ്ടാവും. നമുക്കൊക്കെ ഒരു കുറവുണ്ടല്ലോ. നമ്മളിപ്പോ കക്കൂസ് പോലെ നിർബന്ധമാണ്, ഒരു ന്യൂന തന്നെയാണ് സഹോദരാണ്. മുട്ടിയാക്കണം, വിവരാണ്. വെട്ടാണെങ്കിൽ കലരൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിത്തോക്കാം. ഇതാവുമ്പോ ഒരു കോലം ഉണ്ടാവില്ല, അതൊരു ന്യൂന തന്നെയാണ്. കണ്ണൊന്ന് അടച്ചു നോക്കൂ, കാണൂല. പിന്നെ നമ്മള് കണ്ണൊന്ന് കെട്ടി നോക്കൂ, കാണൂല. പരസഹായം കാരണം ഒരു വടിയെങ്കിലും വേണം. പരിചയമില്ലാത്ത സ്ഥലത്ത് വടി ഉണ്ടായാലും കാര്യമില്ല, ഒരു പിടുത്തം കിട്ടൂല. ന്യൂനതയാണ്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം സംഭവിച്ചാൽ ഒക്കെ മുടങ്ങി. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ന്യൂനതയും അള്ളാഹ്ക്കില്ല. അള്ളാഹ്ക്കില്ല എന്നുള്ള പടപ്പുകളായി നമ്മളാണ് സമ്മതിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ശിർക്ക് വെക്കരുതെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇപ്പൊ ഞാൻ ഭയങ്കര മുതലാളിയാണ്, സങ്കല്പിച്ചാൽ മതി. ഇനി മുളക് പൊടി കണ്ണൊക്കെ വരരുത്. ഞാൻ കോടികളുടെ ആസ്തിയുള്ള ആളാണെന്ന് കൂട്ടിക്കോളാം. എന്റെ വീട്ടിലൊരു വേലക്കാരുണ്ട്, ഓന് 5 പൈസക്ക് കുഴപ്പമില്ല. ഓന് കുപ്പായം കൂടി ഞാൻ കൊടുത്ത, ഓന് തിന്നാനുള്ളതൊക്കെ ഞാനാ കൊടുക്കുന്നത്. ഓരൊന്നുമില്ല, ഒരു മുതൽ ഒന്നുമില്ല. എന്റെ പേരിലാണെങ്കിലോ ഒരുപാട് സ്ഥലമുണ്ട്, ഞാൻ വലിയ കോടീശ്വരനാണ്, ലോകം കണ്ടവരുടെ മുതലാളിയാണ് ഞാൻ. എന്നിട്ട് ചായക്കടയിൽ വെച്ചിട്ട് ആൾക്കാർ പറയാണ്, എന്റെ 10,000 ഏക്കർ സ്ഥലമുണ്ട് എനിക്ക് ഒരു സ്ഥലത്ത്, എവിടെയെന്ന് പറയണില്ല. ആ സ്ഥലത്തെ പറ്റി ആൾക്കാർ കടി വെച്ചിട്ട് ഇങ്ങനെ ചായ കുടിച്ചിട്ട് ഒരു നുറുക്കും ചായയും കട്ടൻ ചായക്കും ഓർഡർ ചെയ്തിട്ടോടും പറയാണ്, അത് ഞാനും എന്റെ വേലക്കാരുണ്ട്, ഞങ്ങൾ 2 ആൾ കൂടി ഷെയറാണ്. ഇതെങ്ങാനും ഞാൻ കേട്ട പോലെ എമ്മാതിരി അടിയടിക്കുന്നു. എന്താ കാരണം? എന്റെ വേലക്കാരൻ എന്ത് 10 പൈസ കൊണ്ട് പേരിലില്ല, 100 രൂപ കൂടി ബാങ്ക് ബാലൻസ് ഇല്ല. എന്നിട്ട് ആളുകൾ പറയുന്നത് എന്താണ്? എന്റെ മുതലില് ഞങ്ങൾ 2 ആൾ കൂടി ഷെയറാണെന്ന്. ഇതിങ്ങൾക്ക് പൊറുക്കാൻ കഴിയുമോ? ഇല്ല. എന്നാ നോക്കൂ, ആളുകൾ പറയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ അള്ളാഹ്ക്ക് സ്വന്തം കഴിയില്ല. ഇനി വിഗ്രഹങ്ങൾ പല ഡിപ്പാർട്ട്മെന്റുകളാക്കി തിരിച്ചിരിക്കാം. ഭാഗ്യത്തിനൊരു ദേവത, അത് ആ ദേവതയെ കൈകാര്യം ചെയ്യുന്നു. നിർഭാഗ്യത്തിന് വേറൊരു ദേവത, അത് ആ ദേവതയെ കൈകാര്യം ചെയ്യുന്നു. ലോട്ടറി അടിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ ദേവത കടാക്ഷിക്കണം. പടച്ചും കൊടുക്കത് നമ്മളെ മുതലിൽ വേറെ ആളും ഉണ്ടെന്ന് ഇല്ലാത്തത് നമുക്ക് പറഞ്ഞാൽ നമ്മൾ അതും പറഞ്ഞു വാന്ന് പറയില്ലേ. അപ്പൊ അള്ളാഹ്ക്കൊരു ന്യൂനത ഉണ്ടാക്കാനുള്ള യഥാർത്ഥത്തിൽ ശിർക്ക് വെക്കുമ്പോൾ ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത
പാടില്ലാത്ത. അപ്പൊ നമ്മൾ മോമിനീങ്ങൾ അള്ളാഹ്ക്ക് ഒരു ന്യൂനതയും ഇല്ല എന്ന് സ്ഥിരപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. എന്താ കാരണം അറിയോ? ആരാണ് അല്ലാഹു? അല്ലദീ ഖലഖ ഫസവ്വാ, അവൻ സൃഷ്ടിച്ചവനും ശരിപ്പെടുത്തിയവനുമാകുന്നു. അള്ളാഹു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഓൻ ശരിപ്പെടുത്തിയല്ലോ, എങ്ങനെയെങ്കിലും പറക്കല്ല. ഈ റമളാനിക്കൊക്കെ ഉണ്ട് നമ്മളെ ഉമ്മാർക്ക് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കും, വലിയ വാശിയായിരിക്കും ആ വിഷയത്തിൽ അല്ലേ. അയൽപ്പക്കത്തെ വീട്ടിലെ നോമ്പ് സൽക്കാരത്തിന് കരിച്ചതും പൊരിച്ചതും ഒരു 12 ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലത് 15 ആക്കാഞ്ഞാൽ മോശമല്ലേ? അപ്പൊ അതിന് വെളിച്ചെണ്ണ, കുറച്ച് മൈദപ്പൊടി, കുറച്ച് പഴമൊക്കെ ഉണ്ടെങ്കിൽ പല ഐറ്റംസ് ഉണ്ടാക്കും. പേരൊന്നും വേണ്ട, പല കോലത്തിലും വരും, പേരൊന്നും ഉണ്ടാവില്ല. എന്താ അതിന്റെ പേര് ചോദിച്ചാൽ അവിടുത്തെ വീട്ടുകാരൻ പറയും പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ പറയും. ഓളോട് ചോദിച്ചാൽ പറയും പേരൊന്നും നോക്കണ്ട തിന്നണി എന്ന് പറയും. ഇത് എങ്ങനെങ്കിലുമൊക്കെ പറിച്ചുണ്ടാക്കാണ് എന്നതുപോലെ അള്ളാഹു താല മനുഷ്യർ ഒരു പ്ലാൻ ഇല്ലാതെ പറിച്ചെന്ന അല്ല. അതാ പറയുന്നത് അല്ലദീ ഖലഖ ഫസവ്വാ, അവൻ എല്ലാം സൃഷ്ടിച്ചവനാണ്, അവൻ ശരിപ്പെടുത്തിയവനാണ്. ഇത് ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك. ഓ മനുഷ്യ, ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ ധാതുക്കൾ നീ ഇത്ര വഞ്ചിക്കപ്പെട്ടതെന്തുകൊണ്ട്? അള്ളാഹിന്റെ കാര്യം നമ്മൾ വഞ്ചിക്കപ്പെട്ടു. കാരണം അള്ളാഹു നമുക്ക് ചെയ്തു തന്നത് വളരെ വലുതാണ്. എന്നിട്ട് അള്ളാഹ്ക്ക് നമ്മൾ ശുക്ർ ചെയ്യണില്ല. അള്ളാഹ് പറയുന്നെന്താ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചു, എല്ലാം ശരിപ്പെടുത്തി, എല്ലാം പാകപ്പെടുത്തി. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. നിന്നെ കൊണ്ട് ഏതൊരു രൂപം ഉദ്ദേശിച്ചോ ആ രൂപത്തിൽ അവൻ ഘടിപ്പിക്കുകയും ചെയ്തു. നമ്മൾ മാറ്റം വരുത്താൻ നോക്കണ്ട. ഇപ്പൊ സൗന്ദര്യം പടച്ചോൻ തന്നതാണ്. അപ്പൊ ചില ആളുകൾ സൗന്ദര്യം കൂട്ടാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കും, ചില ക്രീമുകൾ ഉപയോഗിക്കും. ഉള്ള തന്നെയും ചക്കിയിലൊട്ടി എന്ന് പറഞ്ഞാൽ പറയാം. ഡോക്ടർമാർ തന്നെ പറയുന്ന എന്താ? ചില ക്രീമുകളൊക്കെ മഹാപകടമാണ്. അതിൽ കൂട്ടുന്നത് പലതും പന്നിന്റെ നെയ്യ് വരെ കൂട്ടുന്നുണ്ട് അത്ര. അള്ളാഹു. ചില പെണ്ണുങ്ങളൊക്കെ കിട്ടുന്ന മുഴുവൻ കാര്യത്തേക്കും അവസാനം മുഖത്താണ് പാട് പ്രത്യക്ഷപ്പെടും. എന്തിനാ അത് നിൽക്കുന്നത്? 3 വയസ്സായ കുട്ടിന്റെ അടുത്ത് ഫോണ് കൊടുക്കുകയാണ് വാപ്പാക്ക്, ഗൾഫിലുള്ള വാപ്പാക്ക്. അപ്പൊ വാപ്പ ചോദിക്കാതെ ഗൾഫിൽ നിന്ന് ഞാൻ എന്താ അപ്പാൻ്റെ കുട്ടിക്ക് കൊണ്ടുവരേണ്ടത്? ഗൾഫിലുള്ള സഹോദരങ്ങൾ ചോദിക്കുമ്പോ എന്താ കുട്ടി വരണ്ടേ? ഒരു മേക്കപ്പും പെട്ടി ആയിക്കോട്ടെ. 3 വയസ്സായിട്ടുള്ളൂ, ഇത് വിരിയുന്നേ ഉള്ളൂ, മേക്കപ്പ് ചെയ്യണമെന്നുള്ളതാണ്. ഇത് മുതിർന്നവരിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു സഹോദരൻ കല്യാണം അന്വേഷിച്ചപ്പോഴേ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പോയി പുതിയാപ്പിളിന്റെ ഒക്കെ അങ്ങനെ പോയപ്പോ പിന്നെ ഈ പുതിയാപ്പിളിന്റെ അമ്മ പുതിയണ്ണിന്റെ ഉമ്മയോട് പുതിയാപ്പിളിന്റെ അമ്മ പറയണത്രേ, ഞങ്ങള് ആഴ്ചയില് 2 വട്ടെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോകട്ടോ, അതിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മതി. അതിന് കുഴപ്പമില്ലല്ലോ എന്ന്. ഈ ഉമ്മാക്ക് വയസ്സ് ചെയ്യുന്നതാണ്, എന്നിട്ടിപ്പോ ബ്യൂട്ടി പാർലറിൽ പോവാണ്. ഈ തള്ളാരും ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെങ്കിലും ഒന്ന് കല്യാണം ശരിയായ മതി എന്നുള്ളതുകൊണ്ടായിരിക്കും. ഞങ്ങൾക്ക് അതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല തന്ന കോലം അത് വളരെ പ്രധാനമാണ്. മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ നടന്നോണമെന്നില്ല. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക എന്ന ഖുർആൻ. ഇറാനിലെ ഇരട്ട സഹോദരിമാരുടെ ലോകത്ത് വലിയ ചർച്ച വന്നതാണ്. ലാദൻ ബിജാനി, ലാദോ ബിജാനി. 18 കൊല്ലാണ് ഒട്ടിപ്പിടിച്ച് അവർ ജീവിച്ചത്. 18 കൊല്ലം. അവർക്ക് വേറൊരു പ്രശ്നമില്ലായിരുന്നു. ഒരാൾ കക്കൂസ് പോകുമ്പോൾ മറ്റൊന്നും കൂടി കൊടുക്കണം, ഒരാൾ കല്യാണത്തിന് പോകുമ്പോൾ മറ്റൊരാളും കൂടി പോകണം, ഒരാളെ മാത്രം കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. ഒട്ടിപ്പിടിച്ച് ജീവിച്ചു, ഒരാളെങ്ങോട്ടും ഒരാളെങ്ങോട്ടും. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ബുദ്ധി. അവരുടെ ശരീരം വേർപ്പെടുത്താൻ കഴിയുമെന്ന് വൈദ്യശാസ്ത്രം. 2.5 ദിവസം നീണ്ടിരുന്ന ശസ്ത്രക്രിയ. 27ഓളം പ്രഗത്ഭരായ ഡോക്ടർമാര് മണിക്കൂറുകൾ ഇങ്ങനെ കഴിയുമ്പോഴും മുഷാവറ ചെയ്യല്ല, ഇനി എങ്ങനെ നീങ്ങണം. എത്ര സങ്കീർണമാണ് ഒരു മനുഷ്യന്റെ ശരീരം എന്ന്. 2 തലയോട്ടി, 1 തലച്ചോറ്, 2 തലച്ചോറ്, 1 തലയോട്ടി, രക്തധമനിൽ 1. ഇത് 50-50 ആകണം. ആ
അതിസങ്കീർണമായ ശസ്ത്രക്രിയ നടന്നത്. 2.5 മണിക്കൂറല്ല, 2.5 ദിവസം നീണ്ടുന്നു. എന്തുണ്ടായി? വേർപ്പെടുത്തൽ കയ്യിലോടുകൂടെ 2 കുട്ടികൾ മരിച്ചു. 18 വയസ്സിലെ 2 പെൺകുട്ടികൾ മരിച്ചു. ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. അഹമ്മദാബാദിലൊക്കെ മദ്രസ കുട്ടികളൊക്കെ പെരും പ്രാർത്ഥനയും വെറുതെ. ഇപ്പൊ എന്തായി? കൂടിലങ്ങാടിയിലെ ഇറച്ചിപ്പണി എടുക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളെ എടുത്ത് നിർത്തിയിട്ട്, മോനെ അനക്ക് ഇജ്ജ് ഇറച്ചിപ്പണി എടുക്കണ്ട, അതൊന്ന് പൊളിച്ചെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരൊറ്റ പോയി ഒഴിച്ചു, മരിച്ചു. ഇതേപോലെ തന്നെ ആയില്ലേ 2.5 മണിക്കൂർ ഇറങ്ങാറായിരുന്നു. എന്ത് വ്യത്യാസം? അല്ലാഹു പറഞ്ഞു, ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, ഏതൊരു രൂപമാണോ അവൻ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ ഘടിപ്പിച്ചവനാണവൻ. പടച്ചോന് വിചാരിച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചു, ഓരോന്നിനും വേണ്ട അല്ലാഹു കൊടുത്തു എന്നാണ്. ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ ചിലർക്ക് അല്ലാഹു എതിര് കൊടുത്തു. ഏകദേശം ആള് ഇപ്പൊ അല്ലാഹു തന്നെ പറഞ്ഞെന്താ? സൃഷ്ടിച്ചു, ശരിപ്പെടുത്തി എന്നാണ്. വല്ലദീ ഖദ്ദറ ഫഹദ, വ്യവസ്ഥ നിശ്ചയിക്കുകയും അതിലേക്ക് വഴി കാണിക്കുകയും ചെയ്തു. നോക്കൂ, നമ്മുടെ കൈകള്, 2 കൈകളും നീളം ഒരുപോലെയാണ്. അതിന് ഒരു ഇഞ്ച് മാറ്റം ഉണ്ടായത് വേറെ കാണും. കാലിന് 1 ഇഞ്ച് മാറ്റം ഉണ്ടെങ്കിൽ നടത്തത്തിൽ വരും. 8-10 നമ്മൾ പറയാം, 9 പോയി ഇല്ലേ? അത് ന്യൂനതയും. എന്നാൽ ചിലർക്ക് അള്ളാഹു അങ്ങനെ കൊടുത്തത് അവർക്ക് കൂലി കൂട്ടാനാണ്. അവർ ക്ഷമിക്കണം. കണ്ണില്ലാത്തവരുണ്ട്, കേൾക്കാൻ കഴിയാത്തവരുണ്ട്. സഹോദര, കണ്ണില്ല, ജന്മനാ അന്ധനായ ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം അറിയുമോ? തീരെ കേൾവിയില്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്ക്. തീരെ കാണാത്ത ആളുകൾ, കേൾവിയില്ലാത്തവർ, മിണ്ടാൻ കഴിയാത്തവർ എത്ര ആളുകളുണ്ട്? കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, 2 കൈയില്ലാതെ. മഞ്ചേരിയിലൊക്കെ കാണാൻ സ്റ്റാൻഡിൽ ഒരാൾ പിരിവിന് വരുന്നു, തുണി കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടാവും. കാരണം 2 കൈയുമില്ല, നെഞ്ചിങ്ങനെ കാണിച്ചു തരും, പോക്കറ്റിക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ. ഇങ്ങനൊക്കെ ആളുകളില്ലേ? ഇന്ന് ഏറെക്കുറെ ആളുകൾക്ക് അല്ലാഹു ഒക്കെ പൂർണ്ണമാക്കി കൊടുത്തു, ഓരോരുത്തർക്കും യോജിപ്പുള്ള കൊടുത്തു. വല്ലദീ ഖദ്ദറ ഫഹദ. അപ്പൊ ആനക്ക് അല്ലാഹു തആല തുമ്പിക്കൈ കൊടുത്തായി പെട്ടാണ്. ആനക്ക് തുമ്പിക്കൈ ഇല്ലെങ്കിൽ ബോറാണ് അല്ലേ? നെൽമ്പൂർ കാട്ടിൽ തുമ്പിക്കൈ ഇല്ലാത്ത ആന ഉണ്ടെങ്കിൽ ഒരു കൊമ്പൻ തുമ്പിക്കൈ ഇല്ല, എന്നാ അത് പത്രക്കാർ പ്രത്യേകം ഫോട്ടോ എടുക്കും, വലിയ സങ്കടക്കാരെല്ലാവർക്കും. എന്നാ എനിക്ക് തുമ്പിക്കൈ ഉണ്ടായാലോ? ഖുർആൻ ക്ലാസ്സിന് ആള് കൂടും. ഖുർആൻ ക്ലാസ് കേൾക്കലാവില്ല ഉദ്ദേശം, ഒക്കെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് പോകും, തിരക്കാർ കാണിച്ചു കൊടുക്കാൻ. തുമ്പിക്കൈയുള്ള ഉസ്താദ്. അപ്പൊ ആനക്ക് തുമ്പിക്കൈ ഇല്ലെങ്കിൽ ബോറാണ്, എനിക്ക് തുമ്പിക്കൈ ഉണ്ടായാലും ബോറാ. ഓരോന്നിനും അല്ല. ഇപ്പൊ 8 കാലിയെ 1 കാല് പോയാൽ ഏനുണ്ടല്ലോ എന്ന് നമ്മൾ കരുതില്ല, പക്ഷെ അതൊരു ബോറാണ്. ഓരോന്നിനും അതിൻ്റെതായ രീതിയല്ല. അതിന് എന്തെങ്കിലും ഒരു കുറവോ പോരായ്മ വന്നാൽ പടച്ചോന് എത്ര വലിയ പ്ലാനിങ് ആണല്ലേ. നോക്കൂ, ഡിസൈനിങ് ഒക്കെ. ഇപ്പൊ നമ്മുടെ മൂക്കിന്റെ പേരം ഇവിടുന്ന് അങ്ങോട്ടാണ്, എന്നിട്ട് തന്നെ ജലദോഷം കാര്യങ്ങളാണ്. നേരെ അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തീരെ മഴ കൊള്ളാൻ പറ്റില്ല, നേരെ വെള്ളമിറങ്ങൂലെ. ചിന്തിക്കണം, നമ്മൾ ഇതിന്റെ ഗൗരവം ആലോചിക്കണം. അതൊക്കെ നമ്മളെ കൈ, ഇതൊന്നും ഒരു വളരെ ചെറിയ സംഗതിയല്ല. ഈ അല്ലദീ ഖലഖക ഫസവ്വ, അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. മറ്റേ ആയത്തിൽ അല്ലദീ ഖലഖക ഫസവ്വക ഫഅദലക എന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണാണ്ട് ഒരു മനുഷ്യന് കൈ അവിടെ ഇവിടെയൊക്കെ മടക്കാനും നിർത്താനും കൊടുത്തു, വിരലുകളൊക്കെ. ഇപ്പൊ ഇത് ഇവിടെ മുട്ടുവളിയിലാണ് ഊട്ടിക്കോളൂ. എന്നാ ഞാൻ എങ്ങനെ ചായ കുടിക്കാം? മുട്ടുവളിയിൽ എങ്ങനെ ഉണ്ടാവും കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടോ? അപ്പൊ നിങ്ങൾ ചില ആൾക്കാരൊക്കെ ക്ലാസ്സിന് വരുമ്പോ കാര്യമായിട്ട് വേണ്ട ചായ എടുക്കേണ്ടത് കാണണം. ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ നിങ്ങൾ പാരുകയാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ വാർത്തും ഇങ്ങനെ നോക്കും, മൂക്ക് കാണോ തൊള്ളി കാണോ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ ഇവിടെ വളക്കാളൊരു കൈ അല്ലാഹു തന്നു. വിരലുകളൊക്കെ നോക്കി നിങ്ങൾ ഇതിൽ ഒന്ന് ഏറിയ ബുദ്ധിമുട്ടാ. 10 എണ്ണം ഒന്നുകൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പോരായും. ഇന്ന് അതൊക്കെ മടക്കാനും നിർത്താനുള്ള ഒരു കഴിവ്. ഇതൊക്കെ ഒന്നിനൊരു പ്രശ്നം സംഭവിക്കുമ്പോഴാണ് ഇതിന്റെ വില അറിയാം. ഈ കൈ പൊട്ടി, ഇങ്ങോട്ട് കെട്ടി, ഇതും കെട്ടി, 2ഉം കെട്ടി. നീ കുറിയേരിക്കഞ്ഞി സ്പൂണിലാക്കി ഭാര്യ ഇങ്ങനെ മുക്കി തരണം. അപ്പോഴാണ് റബ്ബേ ഇതിന്റെ ആഴം മനസ്സിലാക്കുക. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ നമുക്ക് മടിയാ. നിസ്കാരത്തിൽ ഇങ്ങനെയാണ് തെക്കുചൂര് കേട്ടത്, അല്ലാഹു അക്ബർ. ചുമലുകൾക്ക് നേരെ ഉയർത്താം. പക്ഷെ നമ്മൾ മടിയന്മാരാ. അക്ബർ പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ ഇങ്ങനെ കാണിക്കും നമ്മള്. നമുക്ക് മടിയാണ്. പടച്ചോനത് ഉയർത്താൻ കഴിവെന്നാണ്. നേരെ മറിച്ചത് പൊട്ടിയിട്ട് നമ്മളിങ്ങനെ കെട്ടേണ്ട ഒരു അവസ്ഥ വന്നാൽ അപ്പോഴാണ് ഇതിന്റെ വില നമുക്ക് മനസ്സിലാകാം. തിന്നാൻ ഒരാൾക്ക് തരാ, ഈ തിന്നത് ഒഴിവാക്കിയിട്ട് ശുദ്ധീകരിക്കാൻ ഒരാളെ സഹായം തരണ്ടേ? അപ്പോഴല്ലേ നമ്മൾ കൈ അള്ളാഹു തന്നതിന്റെ വലിപ്പം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ എത്ര തസ്ബീഹ് നമ്മൾ കൊല്ലും അള്ളാഹ്ക്ക് നന്ദിയായിട്ട്. പടച്ചോനുള്ളപ്പോ ഇങ്ങനെ തന്നത് മുടങ്ങുമ്പോഴേ നമ്മളറിയാം. മുടങ്ങുമ്പോഴാണ് സഹോദര ഇതിന്റെ വലിപ്പം അറിയാം. ഞാൻ നേരത്തെ പിന്നെ മൂത്താപ്പാന്റെ മോന്റെ പുതിയ വീടെടുത്തപ്പോ ഞാനൊന്ന് ദർസ് പഠിക്കാൻ. അപ്പൊ ഓലെല്ലാരും കൂടി സ്ലാബ് നീക്കി മാറ്റുന്നുണ്ട്, പുതിയ പെരയാണ്.
അപ്പോ പിന്നെ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, മൂലന്മാരായാല് സുഖം ഒരു പണിയെടുക്കണ്ടായിരുന്നു. അന്ന് ഞാൻ ദർസ് പഠിക്കാം, വലിയ മൂല്യരായിട്ടൊന്നുമില്ല, ചെറിയ കുട്ടിയാ. അപ്പൊ ഞാനും പിടിച്ചു കൊടുത്തു. ഇനിയിപ്പൊ അതിനൊരു കമ്മി ഉണ്ടാവില്ല. അങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു, പിന്നെ എന്നാ ഇടല്ലേ വെച്ചു, വെക്കല്ലേ വെച്ചു, ഒരു ഇത്ര ഉയർത്തുന്നത്. അപ്പൊ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പറഞ്ഞു, നിന്റെ ഒരു അപ്പുറത്തൊരു മെഡിക്കൽ കോളേജ് ഇടാ വരുന്നു. പാവം പകലില്ലാതെ ഹറമിന്റെ പണി പോലെ പണിയെടുക്കുന്നു. ആശുപത്രിയുടെ നാടായി മാറുകയാണ് നമ്മുടെ മലപ്പുറം. പെരിന്തൽമണ്ണക്ക് ആശുപത്രിയുടെ നഗര. എന്താ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഒക്കെ ഒരു ബിസിനസ്സായിട്ട് പോവുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹു പറയാൻ, അവൻ സൃഷ്ടിച്ചു, എല്ലാം ശരിപ്പെടുത്തി, അവൻ എല്ലാം കണക്കാക്കി വ്യവസ്ഥ നിശ്ചയിച്ചു, അതിലേക്ക് മാർഗദർശനം നൽകി. മാത്രമല്ല അവൻ സസ്യലതാദികളെ മുളപ്പിച്ചവനാണ്. ഇതുകൂടി പറഞ്ഞിട്ട് നമ്മളെ കണ്ണു നിർത്താം. അവൻ സസ്യലതാദികളെ മുളപ്പിച്ചവനാണവൻ. അല്ല പറയും, നോക്കൂ, എന്നിട്ട് ഇതിനെ ഇരുണ്ട നിറത്തിലുള്ള ചാരനിറത്തിലുള്ള ചവറുകളാക്കി മാറ്റിയതും അവനാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. സനുക്കരിയൊക്കെ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇതിന് വിശദീകരിക്കാം. അതായത് ഇവിടെ അള്ളാഹു പറയുന്നത്, അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത് മാത്രമല്ല, പ്രത്യേകം അള്ളാഹു പറഞ്ഞത് അവൻ സസ്യങ്ങളെ മുളപ്പിച്ചവനാണ്. എന്നിട്ടോ അതിനെ ഇരുണ്ട നിറത്തിലുള്ള ചവറുകളാക്കി മാറ്റിയതും അവനാവുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? വലിയൊരു സത്യത്തിലേക്ക് അറിയിക്കണം. അള്ളാഹു തആല മഴ തന്നാല് ആ മഴക്ക് സസ്യങ്ങൾ മുളച്ചു വരും. ഈ മുളച്ചു വരുന്ന സസ്യത്തിന് നല്ല പച്ചപ്പുണ്ടാവും. പക്ഷേ സാവകാശമഴ മഞ്ഞയിലേക്ക് വരുന്നു, പിന്നെ ഡാർക്ക് കളറാകുന്നു, പിന്നെ ഉണങ്ങുന്നു, ഇരുണ്ട നിറമായി, ചാരനിറമായി, പിന്നെ മുറുമ്പിപ്പോകുന്നു. എന്നതുപോലെയാണ് ദുനിയാവും. അല ഇന്നമദ്ദുനിയാ നവാറാതു അൻകതിൻ ഇദഖ്ലറ മിൻഹാ ജാനിബുൻ ജഫജാനിബുൻ. ഒരു കവി പാടിയത് അങ്ങനെയാണ്. ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു മരക്കാവിലെ ശോഭ പോലെയാണ്. അല ഇന്നമദ്ദുനിയാ നവാറാതു അൻകതിൻ, ഒരു മരക്കാവിലെ മരക്കൂട്ടത്തിലെ ശോഭ പോലെയാണ്. ഇദഖ്ലറ മിൻഹാ ജാനിബുൻ ജഫജാനിബുൻ, ഒരു ഭാഗം പച്ച പിടിക്കുമ്പോ മറ്റൊരു ഭാഗം ഉണങ്ങി വരുന്നു. ഒരു ഭാഗം ഇങ്ങനെ ഉണങ്ങുന്നു, അപ്പൊ ഒരു ഭാഗം പച്ച പിടിച്ചു വരുന്നു, അത് വീണ്ടും ഉണങ്ങുന്നു. എന്നതുപോലെ നമ്മളെ ദുനിയാവിന്റെ കഥ ഇതാണ്. നമ്മളെ അവസരമാണ്. ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്. എല്ലാവരുടെ ആരോഗ്യസ്ഥിതി ഒരുപോലെയല്ല. എന്നാ സഹോദരാ, ഇതൊക്കെ ക്ഷയിച്ചു പോകുന്നൊരു സന്ദർഭമുണ്ട്. എന്നും നമ്മൾ 33 നിൽക്കില്ല, എന്നും നമ്മൾ 40 വയസ്സിൽ നിൽക്കില്ല. ഒരു കൊല്ലം കഴിഞ്ഞാൽ 41 അങ്ങനെ പോവാണ്. അൽമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അതിന്റെ അടിയിൽ നമ്മൾ അധികം ആളുകളും പോവാണ്.
ചില ആളുകളൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് പോകും, ചില ആളുകൾ അറിവിന്റെ മുമ്പ് പോകും. അങ്ങനെയൊക്കെ ആവാം, ശരാശരിയാണ്, ആപേക്ഷികമാണ്. എന്തായിരുന്നാലും അല്ലാഹു തആല ഈ സസ്യങ്ങളെ പടച്ചതും അതുപോലെ തന്നെ പിന്നെ അതിനെ ചാരമാക്കുന്നതും പറഞ്ഞത് അതിലേക്ക് വിരൽ ചൂണ്ടാണ്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കഴിവുണ്ടെന്ന് നമ്മൾ അവകാശപ്പെട്ടാലും ഈ കഴിവൊക്കെ പറിച്ചുകൊണ്ടിരുന്നാലോ ഇല്ലായ്മയിൽ നിന്ന് ഒരു പുളിങ്ങാക്കുരുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഉള്ള പുളിങ്ങാക്കുരു കുഴിച്ചിടാൻ നമുക്ക് കഴിയും. അത് അല്ലാഹു തആല അതിനുള്ള കഴിവ് തന്നാൽ ഇല്ലായ്മയിൽ നിന്നൊരു ധാന്യം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഒരു ഗോതമ്പിന്റെ മണി, ഒരു നെല്ലിന്റെ ഒരു കതിര് കഴിയൂല. ഇതൊക്കെ തരുന്നുണ്ടാകും. ഖുർആൻ പറഞ്ഞു, മഴ വരുന്ന ആകാശത്തെ തന്നെ സത്യം, സസ്യലതാദികളുടെ ഭൂമി തന്നെ സത്യം. മഴ തരുന്ന ആകാശം, സസ്യലതാദികളുടെ ഭൂമി, അള്ളാഹു സത്യത പറയുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ വലിയ നിയമത്താണ്. എല്ലാ കാര്യങ്ങളും നല്ല വെള്ളം കൊണ്ടാണ്, വെള്ളമാണ് അടിസ്ഥാനം. പിന്നെ നമുക്ക് വേണ്ട സസ്യങ്ങൾ അള്ളാഹു തആല തരുന്നു. നമ്മൾ പിന്നെ അതിൽ ഇന്ന് പറഞ്ഞാലും മനുഷ്യന് കാര്യലാഭത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നതിലെ പണത്തിന് വേണ്ടി മനുഷ്യൻ മറ്റുള്ളവർക്കൊല്ലാമോ. തമിഴ്മാര് കണ്ടില്ലേ, പച്ചക്കറിയിലൊക്കെ ഒരുപാട് വിഷം ഉപയോഗിക്കാണ് കൂടുതൽ തഴച്ചു വളരാനും. എന്നിട്ട് കീടനാശിനി ഉപയോഗിക്കാത്തത് തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നു, ഉപയോഗിച്ചത് കേരളത്തിലേക്ക് കൊടുത്തേക്കും. ഓരോ വിഷയം ഏതിലാണ് മായമില്ലാത്തത്, ഏതിനാ മായമില്ലാത്തത് ആലോചിച്ച് നോക്കും. വെളിച്ചെണ്ണയിൽ പോലുമില്ലേ അതിന്റെ ശരിക്കുള്ള ചൂടും മണവും ലഭിക്കാൻ ചില കൂട്ടുകൾ. ഈ കൂട്ടുന്നവർക്കറിയാം ഇത് മനുഷ്യന്റെ ജീവന് അപകടമാണ്. പക്ഷെ പച്ച പണത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യന്മാർ ചെയ്യുന്നത് ഇതൊക്കെ അവർക്ക് അല്ലേ. പിന്നെ എനിക്കൊരു കമ്പനി ഉണ്ട്, ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് അതിനുള്ള സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന എന്റെ കുടുംബക്കാർ, ഞാൻ ആരെയാണ് ദ്രോഹിക്കുന്നത്? എനിക്ക് വേണ്ടപ്പെട്ടവരെ തന്നെ. പണമാണ് മനുഷ്യന് വേണ്ടത്. എന്നാൽ ഒറിജിനൽ വെളിച്ചെണ്ണ ആട്ടിയെടുത്തിട്ട് എന്ന് വില കൂട്ടിയാൽ പോരെ? ഒരു മായം ഇല്ലാത്ത രൂപത്തിൽ അതിന് ചെലവ് കൂടുതലാണെങ്കിൽ വില കൂട്ടിയാൽ പോരെ? വേണ്ടല്ലോ വാങ്ങിക്കോട്ടെ, എന്നാ കുറ്റല്ലോ. ലാഭത്തിന് കണക്ക് പറയാത്തതുകൊണ്ട് കൊള്ളലാഭാകാതിരുന്നാൽ മതി. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ജീവിക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു, വളരെ പ്രയാസം. എന്തായിരുന്നാലും നോക്കുമല്ലോ, സസ്യങ്ങൾ നമുക്ക് വേണ്ടി പടച്ചു. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അള്ളാഹുവിന്റെ ആ പ്രയോഗത്തില് ആ സസ്യങ്ങളുടെ പച്ചപ്പ് നീങ്ങിപ്പോകുന്നത് പോലെ നമ്മുടെ എല്ലാ ആരോഗ്യം നീങ്ങിപ്പോകും, ക്ഷയിക്കും. അതുപോലെ നമ്മുടെ ദുന്യാവ് നീങ്ങും. ദുന്യാവ് ഇവിടെ ഉണ്ടാവും, നമ്മൾ പോവും. അവൾ എന്ത് ചെയ്യണം? നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് നമ്മുടെ മരണത്തോടുകൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു അങ്ങനെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത് മുഴുവനായിട്ട് നമുക്ക് വിശദീകരിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും മടങ്ങാതെ വരണം. പിന്നെ ഈ തസ്ബീഹിന്റെ കാര്യം, അതിൽ നിന്ന് പാഠങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് തസ്ബീഹ് അധികരിപ്പിക്കുന്നതും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى فإنه لا إله
illallah, la ilaha 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 illallah. Astaghfirullahal azim, 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 astaghfirullahal azim. Allahumma salli ala Muhammad wal ali kullihi wa sallim. Allahumma salli ala Muhammad wal ali kullihi wa sallim. Allahumma salli ala Muhammad wal ali kullihi wa sallim. Allahumma salli ala Muhammad wal ali kullihi wa sallim. Allahumma salli ala Muhammad wal ali kullihi wa sallim. Allahumma salli ala Muhammad wal ali kullihi wa sallim. Allahumma salli ala Muhammad wal ali kullihi wa sallim. Allahumma salli ala Muhammad wal ali kullihi wa sallim. Allahumma salli ala Muhammad wal ali kullihi wa sallim.